കൂട്ടുകാർക്ക് നല്ലൊരു ശുഭദിനം നേർന്നുണ്ട്. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷം ചാനലിനകത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് സച്ചു പതിവ് പോലെ തന്നെ ഓട്ടം പോവാണ്. അങ്ങനെ ഒരു കസ്റ്റമറെ ഒക്കെ കൊണ്ടുപോയി ഇറക്കി വിട്ടതിന് ശേഷം അയാൾ പൈസ എടുത്ത് കൊടുക്കണം. ഈ സമയത്ത് സച്ചി പണം വാങ്ങി എണ്ണി നോക്കിയപ്പോൾ കുറച്ച് പൈസ കൂടുതലുണ്ട്, 50 രൂപ കൂടുതലുണ്ട്. സച്ചി അത് തിരികെ കൊടുക്കാൻ നേരത്തെ അയാൾ പറഞ്ഞു, വേണ്ട, ഇത് കൈ വെച്ചോളാൻ പറയണം. അത് പറ്റില്ല, നമ്മൾ അധ്വാനിച്ചുള്ളതിന് നമുക്ക് മതി, കൂടുതലായിട്ടൊന്നും എക്സ്ട്രാ ആയിട്ടൊന്നും വേണ്ടെന്ന് പറയണം. ഇത് കേട്ടതും അയാൾ പറഞ്ഞു, സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ ഓട്ടം വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് ഇറങ്ങി കഴിയുമ്പോൾ പൈസ എടുത്തു കൊടുത്താൽ അവരിതും മേടിച്ച് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകത്തുള്ളൂ. ആദ്യമായിട്ട് ഒരാൾ പറയണേ ഇത്രയും പൈസ വേണ്ട, ബാക്കി തിരിച്ചു തന്നെ കൃത്യമായിട്ടുള്ള പൈസ എടുത്തേ, എനിക്ക് അനുഭവം തോന്നുന്നു പറയണം. ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞു, അതെ, നമുക്ക് നമ്മുടെ ഇതിനുള്ള എടുത്താൽ പോരെ, കാരണം നമ്മൾ ഓട്ടം പോയത് എത്ര വേണം അത് മേടിച്ചാൽ മതി, അത് കൂടുതൽ ഞാൻ ആരോടും ഇന്ന് വരെ മേടിച്ചിട്ടില്ലെന്ന് പറയാം. പിന്നീട് അയാൾ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും സച്ചി എന്ത് ചെയ്യണം, പെട്ടെന്ന് ആ കാര്യം എടുത്ത, അയ്യോ ഒരു നിമിഷം ചേട്ടാന്ന് പറയണം. എന്നിട്ട് കയ്യിലിരുന്ന് നോട്ടീസ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇതെന്താ? അല്ല, ഇതെന്റെ ഭാര്യ ഈ ഇടയായിട്ട് തുടങ്ങിയ പൂക്കട കേട്ടോ എന്ന് പറയണം. ആണോ? ആഹാ, കൊള്ളാലോ, കുറച്ച് ഓഫറൊക്കെ ഉണ്ട്. 4 മുഴം മുല്ലപ്പൂ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 1 മുഴം മുല്ലപ്പൂ ഫ്രീ. അതോടൊപ്പം തന്നെ ഇപ്പം നിങ്ങളുടെ വിവാഹ വാർഷികത്തിനോ എന്തെങ്കിലും കല്യാണാവശ്യത്തിനോ എന്തിനേലും വേണ്ടി പൂ മേടിക്കുകയാണെങ്കിൽ പിന്നീട് ഒരു 3-4 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കാർക്കോ ആർക്കെങ്കിലും ഇതുപോലെ കല്യാണാവശ്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു മാല ഫ്രീ എന്നൊക്കെ പറയണം. ഓഫറൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, എന്റെ പരിചയത്തിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടാക്കാം എന്നൊക്കെ പറയണം. സച്ചിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് സച്ചി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് പാർക്കാണല്ലോ, കൊള്ളാം, എങ്കിൽ പാർക്കിലേക്ക് തന്നെ പോയി കളയാം. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വരുന്നാണല്ലോ. സെക്യൂരിറ്റി കാർഡിന് കുറച്ച് നോട്ടീസ് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അയാൾ വരുന്നവർക്കൊക്കെ നോട്ടീസ് കൊടുക്കും, അയാൾക്ക് ഇച്ചിരി പൈസയും കൊടുത്താൽ മതി. പിന്നീട് സച്ചി അങ്ങോട്ട് ചെല്ലുവാണ്. സെക്യൂരിറ്റി കാർഡിന്റെ കയ്യിലേക്ക് നോട്ടീസും കൊടുത്ത് ഒരു 50 രൂപയും കൊടുത്തിട്ട് പറഞ്ഞു, അതെ, ഇവിടെ വരുന്ന കുറെ ആൾക്കാർക്ക് ഇതൊന്ന് കൊടുത്തേക്കാന്ന് ചോദിക്കാം. അതിനെന്താ? പുള്ളിക്കാരൻ പറഞ്ഞു, ആദ്യമായിട്ട് ഒരാൾ 50 രൂപ തരുന്നേ, സാധാരണ 10 രൂപയ്ക്ക് എല്ലാവരും തരുന്നേ, ഇപ്പൊ 50 രൂപ തരുന്നേന്ന് പറയാം. ശരിയെന്ന് പറയണ. അങ്ങനെ സച്ചി അത് പറഞ്ഞിട്ട് പോകാനായിട്ട് തിരിയുമ്പോഴാണ് സച്ചി ആ കാഴ്ച കാണുന്നത്. ഇത് സുധിയല്ലേ, ഇവനെന്താ ഈ പാർക്കിൽ വന്നിരിക്കുന്നേ? പെട്ടെന്ന് സച്ചി നോക്കി, ഇങ്ങനെ കൂടെ ഒരുത്തനും കൂടെ ഉണ്ട്. രണ്ടുപേരും കൂടെ കടല കുറിച്ചോണ്ടിരിക്കുകയാണ്. കടല ഇങ്ങനെ എറിഞ്ഞിട്ട് വായിലേക്ക് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കൊള്ളാലോ, ഇവൻ രാവിലെ ഡ്യൂട്ടിക്ക് വന്നവനല്ലേ, ഇവൻ ഈ പാർക്കിൽ എന്താ കാര്യം? ഈ സമയം സച്ചി വെച്ചു, അല്ല, ആ ഇരിക്കുന്ന അവന്മാരെയാണോ നോക്കുന്നേ? ഓരോ ജോലിയും കൂലിയും ഇല്ലാതെ രാവിലെ തൊട്ട് വന്നിരിക്കണമെന്ന് പറയണേ. ജോലിയും കൂലിയും ഇല്ലാതിരിക്കുന്നോ? അവന് ജോലി ഉള്ളവനാണല്ലോ. എവിടെന്ന്? 2-3 മാസമായി ഇത് തന്നെ തുടങ്ങിയിട്ട്. രാവിലെ പാർക്ക് തുറക്കാൻ നോക്കിയിരിക്കും, കൃത്യം 10 മണിയാകുമ്പത്തേനും വരും. 10 മണിയാകുമ്പോൾ വന്നിട്ട് അവരുടെ എല്ലാ റുട്ടീനാണ്. 10 മണിയാകുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം സംസാരിച്ചിരിക്കും. പിന്നീട് ഉച്ചയ്ക്ക് കൃത്യസമയത്ത് ഫുഡ്, അതിനുശേഷം ഓരോറക്കം, 4 മണിക്ക് കോഫി കുടിക്കും. അതിനുശേഷം വീട്ടിലേക്ക് പോക്ക്, എല്ലാ ഓർഡറിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാമാരുടെയൊക്കെ തല വരച്ച ആ കോലുകൊണ്ട് എന്റെ തലയിൽ ഒന്ന് വരച്ചാൽ മതിയായിരുന്നു എന്റെ ഭഗവാനെ എന്നൊക്കെ പറയണം. സച്ചിക്കാണ് അത്ഭുതം തോന്നി. സച്ചി പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് ഒരു 50 രൂപയും കൂടി എടുത്ത് അയാൾക്ക് കൊടുക്കണം. എന്തായിട്ടത്? ഇതും കൂടെ വെച്ചോളാൻ പറയണം. സെക്യൂരിറ്റിക്കാരന് ഭയങ്കര സന്തോഷമായി. പിന്നീട് സച്ചി അങ്ങോട്ടേക്ക് മാറിപ്പോയി എന്നിട്ട് വീഡിയോ പകർത്താനായിട്ട് തുടങ്ങി. കൈയോടെ തെളിവ് സഹിതം പിടികൂടണം. ഇത്രയും കാലം വീട്ടിലെല്ലാവരും പറ്റിച്ചോണ്ട് നടക്കുമായിരുന്നു. എന്നിട്ടോ തനിക്ക് ഒരു 2 ദിവസം പണിയില്ലാതെ വന്നു കഴിഞ്ഞപ്പത്തിന് എന്തൊക്കെയായിരുന്നു പറയണേ? രേവതി അവിടെ ഒരു പൂക്കള വെച്ചെന്നും പറഞ്ഞോണ്ട് ഇവന്റെ ഭയങ്കര അന്തസ്സിന് കോട്ടം തട്ടൂന്ന്. ഇവൻ വലിയ ഷോറൂമിലെ വലിയ ആളാണ്, അപ്പൊ ഇവന് നാണക്കേടാന്ന്. എന്നിട്ടോ പാറയ്ക്ക് വന്ന് ഇങ്ങനെ കുത്തിയിരിക്കുന്നു, ജോലിയും കൂലിയും ഇല്ലാതെ, നാണമില്ലാത്തവന് എന്നും പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ വീഡിയോ പിടിച്ചോണ്ടിരിക്കുക. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യുവാണ്, അവന് സുധി കൂട്ടുകാരണ്ട് പറഞ്ഞു, ഇരുന്ന് ബോറടിക്കുന്നു, നമുക്കൊരു കാര്യം ചെയ്താലോ, വന്നപ്പോ തൊട്ട് ആലോചിക്കുന്ന കാര്യം, ഇത്ത കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ആടിയാലോ എന്ന് ചോദിക്കണം. അപ്പൊ ഈ കുട്ടികളൊക്കെ കയറി 2 തലക്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ആടുന്നൊരു കാര്യം ഇതുണ്ട്. അപ്പൊ അതൊരു കളിയാണ്. അപ്പൊ അത്തേലേക്ക് അങ്ങോട്ട് കയറി ഇരുന്നിട്ട് അപ്പുറം ഇപ്പുറം ഇരുന്ന് 2 പേരും കൂടെ കളിക്കുവാണ്. ഈ കളി സച്ചി പെട്ടെന്ന് ഷൂട്ട് ചെയ്യുവാണ്. ആഹാ, കൊള്ളാലോ, കുഞ്ഞു പിള്ളേരാന്നാ ഭാവം, ജോലിയില്ലാതെ വന്നിരിക്കുന്നു. പിന്നീട് അത് മടുത്തു കഴിയുമ്പോഴത്തേനും പറഞ്ഞു, അതെ, നമുക്ക് ഇനി ഇച്ചിരി സംസാരിക്കാന്ന് പറയണം. അങ്ങനെ സുധി അയാളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, സുധിയുടെ ഫ്രണ്ടും കൂടെ. കൃത്യം 1 മണിയായി കഴിഞ്ഞപ്പോഴത്തേനും ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. അങ്ങനെ ഫുഡൊക്കെ എടുത്ത്
വെച്ചു. രണ്ടുപേരും കൂടെ ഷെയർ ചെയ്താണ് കഴിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ രണ്ടുപേരും കൂടെ കിടന്ന് ഉറങ്ങുവാണ്. ആ സമയം സച്ചി അടുത്തേക്ക് വന്നു. അടുത്തേക്ക് എന്നിട്ട് മുഖത്ത് അടുപ്പിച്ച് ക്യാമറയൊക്കെ പിടിക്കുവാണ്, നന്ന ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നീട് ഒരു 4 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ സമയത്ത് രണ്ടുപേരും കൂടെ എഴുന്നേറ്റിട്ട് പോയി ചായയും മേടിച്ച് വടയും മേടിച്ച് കഴിക്കുവാണ്. ഓഹോ, അപ്പൊ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിനൊക്കെയുള്ള പൈസ എവിടുന്നാ പോലും കിട്ടുന്നത്. അങ്ങനെ ഒരു 5:30 ആയപ്പോഴത്തേനും എഴുന്നേറ്റ് അവിടുന്ന് രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് വാഗൊക്കെ തൂക്കി വീട്ടിലേക്ക് പോവാണ്. ആ സമയത്ത് സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് ചോ, അല്ല നിങ്ങൾ ഇതിലായിട്ടും പോയില്ല എന്ന് സച്ചിയോട് ചോദിക്കുക. പോയില്ല, പോകാൻ പറ്റില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഇവിടെ ഉണ്ടായിരുന്നു പറയണം. എന്ത് കാര്യം? അതെ, ഒരു സിനിമ ഷൂട്ടിങ്ങിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു പറയാം. ആഹാ, കൊള്ളാലോ എന്ന് പറയണം. അയാളത് വിശ്വസിച്ചു. അയാൾക്കറിയില്ലല്ലോ സച്ചി എന്താ കാണിച്ചതെന്നൊക്കെ. സച്ചിയുടെ അന്നത്തെ ദിവസം ഓട്ടം മൊത്തം പോയാലും സച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം സച്ചി പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലത്. അപ്രതീക്ഷിതമായിട്ട് വീണ് കിട്ടിയ ഒരു ചാൻസ് ആണ്. പിന്നീട് സച്ചി നേരെ വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ അവിടെയുണ്ട്. രവീന്ദ്രൻ, സച്ചി നീ എന്താ നേരത്തെ ഓട്ടം പോയില്ലേന്ന് ചോദിക്കും. പോയി, പക്ഷെ ഒരു വലിയ മീനിനെ കിട്ടിയതുകൊണ്ട് നേരത്തെ ഇങ്ങോട്ട് പോന്ന് പറയണം. വലിയ മീനിനെ കിട്ടിയോ? അതെ, അതിനിപ്പോ നല്ല വറക്കണോ പൊരിക്കണോ കറി വെക്കണോ എന്ന് അറിയത്തില്ലാതിരിക്കുക. ഒരു കാര്യം ചെയ്യ, നല്ല വലിയ മീനൊക്കെ ആണെങ്കിൽ കറി വെച്ചാൽ മതി എന്ന് പറയാം. അല്ല എന്ത് മീനാണെന്ന് ചോദിക്കും. അതൊക്കെ പറയാ അച്ഛാ, അച്ഛനൊന്ന് സമാധാനപ്പെട്, നമുക്കതിനെ വറുത്തുനിന്ന് അടിക്കണമെന്ന് പറയണം. അല്ല ബാക്കി എല്ലാവരും എന്തേന്ന് ചോദിക്കാണ്. അമ്മ എന്തിയെ? അമ്മ അകത്തുണ്ട്. പിന്നീട് ചന്ദ്രമതിയെ ചെന്ന് വിളിക്കുവാണ്. എന്താ കിടന്ന് വിളിച്ചു കൂടാന്ന് ചോദിക്കുക. അമ്മ ഇങ്ങോട്ട് വന്നേ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്ടെന്ന് പറയാണ്. പ്രധാനപ്പെട്ട കാര്യമോ? എന്ത് കാര്യം? അമ്മയ്ക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം, അത് പിന്നെ ഞാൻ പറയണ്ടേന്ന് ചോദിക്കും. എനിക്ക് സന്തോഷം തരുന്ന കാര്യം നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയണം. അങ്ങനെ അങ്ങോട്ട് തന്നെ തള്ളി മറിക്കണ്ടമ്മേ, അമ്മ ഇപ്പൊ കണ്ടോളാൻ പറയണം. ചന്ദ്രമതി, നിനക്ക് എന്താടാ ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിക്കും. എനിക്കല്ല ഭ്രാന്ത് പിടിച്ചേ, ഇനി അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കാൻ പോണേന്ന് പറയണം. ഈ രേവതി അങ്ങോട്ട് വന്നു. എന്താ സജ്ജയുടെ നേരത്തെ? അതൊക്കെ ഉണ്ട്, ഇവിടെയുള്ള ബാക്കി എല്ലാവരും എന്തിയെ? മുറിക്കൂടെ ഉണ്ടെന്ന് പറയണം, നീ വിളിക്കാൻ പറയണം. അങ്ങനെ രേവതി എന്ന് വർഷേനെ ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ട് വന്നു. പിന്നീട് ശ്രുതിയുടെ മുറിയിലേക്ക് പോയി തട്ടുവാണ്. ശ്രുതി കഥവ് തുറന്ന് ഇറങ്ങി വന്നു. എന്താ രേവതി? ഇങ്ങോട്ട് വരാൻ പറഞ്ഞു പറയണ. അങ്ങനെ ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ആ സമയം ശ്രീകാന്ത് വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ സച്ചേട്ടാ? സച്ചേട്ടനെ എല്ലാരോടും കൂടി എന്തിനാ വരാൻ പറഞ്ഞേ? കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. കാര്യമൊക്കെ ഉണ്ടെന്ന് പറയണ. എന്ത് കാര്യം? അതൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് വന്നു. എന്താ സച്ചി? സച്ചി എന്തിനാ വിളിച്ചേന്ന് ചോദിക്കാം. ഒരു പ്രധാനപ്പെട്ട വിഷയം പറയാനുണ്ടെന്ന് പറയാം. പ്രധാനപ്പെട്ട കാര്യമോ? അതെ. അല്ല ശ്രുതി വന്നില്ലേ നിൽക്കും. ശ്രുതി ജോലിക്ക് പോയതല്ലേ ഷോറൂമില്? ഓ, അവൻ ജോലിക്ക് പോയതാണല്ലേ? ആ കാര്യം ഞാൻ അങ്ങോട്ട് മറന്നുപോയെന്ന് പറയാണ്. അവൻ ജോലിക്ക് തന്നെ പോയതാണോ അതനിപ്പോ വേറെ എങ്ങോട്ടേലും പോയതാണെന്ന് നിൽക്കും. ഇത് കേട്ടപ്പോ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല. സച്ചി നീ അനാവശ്യം പറയരുത് കേട്ടോ. നീ കണ്ട തേരാപ്പാര നടക്കുവാന്ന് പറഞ്ഞോണ്ട് എന്റെ ഭർത്താവ് അങ്ങനെയൊന്നുമല്ല. സൈഡ് നല്ല ജോലിക്ക് തന്നെ പോണേന്ന് പറയാ. കണ്ടറിയണം. ആര് കണ്ടു? ജോലിക്കാന്ന് പറഞ്ഞ് രാവിലെ ഇടന്ന് ഭായം കെട്ടിപ്പറിക്കി പോവും. പാവം എന്റെ ഭാര്യ ചോറൊക്കെ ഉണ്ടാക്കും. അതൊക്കെ പോയി ഉച്ചയ്ക്ക് പോയിരുന്ന് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കുന്നുണ്ടോന്ന് ആര് കണ്ടെന്ന് പറയണം. ശ്രുതി പറഞ്ഞു, സച്ചി കുറച്ച് സമയമായി തുടങ്ങിയിട്ട്. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു, കേട്ടില്ലേമ്മേ പറയണ സച്ചി? അമ്മയൊന്നും എന്താ മിണ്ടാത്തേ? സുധീനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോ അമ്മ എന്താ പ്രതികരിക്കാത്തെന്ന് ചോദിക്കും. ചന്ദ്രമതിക്ക് പ്രതികരിക്കാൻ പറ്റുമോ? ചന്ദ്രമതിക്ക് അറിയാം സുധി ചെയ്തുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മത്തര എന്താന്നുള്ള കാര്യം. പക്ഷെ ഇപ്പൊ ഇവിടെ അത് പറയാൻ പറ്റില്ല. സുധിയുടെ കള്ളത്തരം പൊളിയില്ലേ. പിന്നീട് ശ്രുതി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. എന്റെ ഭർത്താവാം സുധി, ആ ഒരു ചിന്ത വേണം കേട്ടോ സച്ചി എന്നൊക്കെ പറയാം. ആയിക്കോട്ടെ എന്ന് പറയാണ്. ആ സമയം രേവതി പറഞ്ഞു, എന്തിനാ സച്ചേട്ടാ വെറുതെ ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് ഇങ്ങനെ പറയിക്കണേ? അതിന്റെ കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. എന്റെ രേവതി, ഈ പറയുന്ന ശ്രുതി ജോലിക്കാന്നും പറഞ്ഞ് ഇവിടുന്ന് പോന്നേ, ജോലിക്കൊന്നും അല്ലാന്ന് പറയണം. ഇത് കേട്ട ശ്രുതി പറഞ്ഞ, അനാവശ്യം പറയരുത്. അനാവശ്യം പറഞ്ഞല്ല, ഉള്ള കാര്യ പറഞ്ഞെന്ന് പറയും. അവൻ ജോലിക്കാന്നും പറഞ്ഞു പോന്നെ എങ്ങോട്ടാന്നറിയാവോ? പിന്നീട് രവീന്ദ്രനോട്, ചാച്ച ഇവിടെ അടുത്തൊരു പാർക്കില്ലേ, അങ്ങോട്ടേക്കാ പോണെന്ന് പറയണ. പാർക്കിലേക്കാ? അതെ. അവൻ ജോലിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരുന്നിട്ട് വെറുതെ ഇരുന്നിട്ട് വരുവാന്ന് പറയണ. പക്ഷെ ശ്രുതി പറഞ്ഞു, സച്ചി പറയുന്നതിന് ഒക്കെ ഒരു അതിലുണ്ട്. എന്ത് തോന്നിയാസം പറയാന്നായോ? നിനക്ക് നാക്കിന് എല്ലില്ലെന്ന് കരുതിയിട്ട് നീ ആരെക്കുറിച്ച് എന്താ പറയണമെന്നുള്ള ബോധം ഉണ്ടായിരിക്കണം എന്ന് പറയാം. സച്ചി പറഞ്ഞു, ഞാൻ എന്തിനാ പേടിക്കണേ? എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ കള്ളത്തരം എന്തെങ്കിലും പറഞ്ഞാൽ പേടിച്ചപ്പോരെ? ഞാൻ കള്ളത്തരം ഒന്നും പറഞ്ഞിട്ടില്ലോ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. അവസാനം സച്ചി പറഞ്ഞു, ഇപ്പൊ എല്ലാവർക്കും ടെൻഷന് സംശയമല്ലേ, എന്താ കാര്യം എന്താന്ന് കാണിച്ചു തരാന്ന് പറയണേ. പിന്നെ സച്ചി തന്റെ ഫോണും എടുത്തു. അതിനുശേഷം ടി വിയിലേക്ക് അത് കണക്ട് ചെയ്യുവാണ്. അതിന്റെ വീഡിയോസൊക്കെ വരാനുണ്ട്. ഈ സമയം ചന്ദ്രമതിക്ക് അപകടം എടുത്തു. ചന്ദ്രമതി പറഞ്ഞു, ദേ എല്ലാവരും പോകാൻ നോക്ക്, വെറുതെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇവൻ ചുമ വെറുതെ ഭ്രാന്ത് കാണിച്ചെന്ന് ഓർത്തോണ്ട്. അങ്ങനെ വർഷം അങ്ങ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുകയാണ്. കൂടെ ശ്രുതി. പെട്ടെന്ന് അയ്യോ ആരും പോവല്ലേ, ഇനിയിപ്പോ വേറെ ആരൊക്കെ പോയാലും ശ്രുതി ഇവിടെ നിൽക്കണം, ശ്രുതിയാണിത് കാണേണ്ട ആളെന്ന് പറയണ.
ചന്ദ്രമതി പറഞ്ഞു, നിനക്ക് എന്താടാ സമനില പറ്റുമോ? നീ ഒന്ന് പോകുന്നുണ്ടോ സച്ചി? ചുമ്മാ ഓരോ വയ്യാവേലി കേസ് കിട്ടുകളും പിടിച്ചോളാം വന്നിരിക്കുന്നു എന്നൊക്കെ പറയണം. അമ്മ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേ? ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മയും കൂടെ ഇവിടെ നിൽക്കുക. അമ്മയും കൂടെ കാണേണ്ട കാഴ്ച എന്നറിയാം. രവീന്ദ്രൻ പറഞ്ഞു, എന്താന്ന് വെച്ചാൽ ഒന്ന് കാണിക്കുന്നുണ്ടോന്ന് ചോദിക്കുക. ഉണ്ടച്ചാ, ഒരു വലിയ മെഗാ ഹിറ്റ് പടം തന്നെ ഞാൻ കാണിക്കാൻ പോണെന്ന് പറയണം. പടവോ? എന്ത് പടം? അതൊക്കെ കണ്ടോളാൻ പറയണം. അത് മാത്രമല്ല വീഡിയോസ് സഹിതം ഉണ്ടെന്ന് പറയണം. അപ്പോഴേക്കും ടി വിക്കകത്ത് കൂടെ പ്ലേ ആയി വരുവാണ്. ശ്രുതി അവരൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേനും ശ്രുതി ഇങ്ങനെ കടല കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. കടല ഇങ്ങനെ വായിക്കത്തിട്ട് എറിഞ്ഞു പിടിക്കുന്നു. ശ്രുതിയുടെ കൂടെ ഒരുത്തനും കൂടെ ഉണ്ട്, കൂട്ടുകാരനും കൂടെ. പെട്ടെന്ന് ശ്രുതിക്ക് ആ കാര്യം ഓർമ്മ വന്നു. താൻ പാറയ്ക്ക് പോയ സമയത്ത് അയാളെ കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇവൻ എന്തായിരിക്കും പാറയ്ക്ക് കാര്യം എന്നൊരു ചിന്ത ശ്രുതിയുടെ മനസ്സിലേക്ക് വരുവാണ്. ആ സമയം സച്ചിയുടെ സമയം നോക്കിയേ, സമയം 10:30 സമയത്ത് കടലാൻ കുറിച്ചുകൊണ്ടിരിക്കുന്നു പാർക്കില്. പിന്നീട് 11 മണി കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, കണ്ടില്ലേ 11 മണി കഴിഞ്ഞ സമയത്ത് കുട്ടികളെ പോലെ പാർക്കിൽ പോയി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോന്ന് ചോദിക്കുക. ജോലിയും കൂലിയും ഇല്ലാതെ ഇവിടുന്ന് രാവിലെ എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ചോറും പൊതി കെട്ടിക്കൊണ്ട് പോകുന്നവനാ പാർക്കിൽ പോയിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പിന്നീട് 1 മണി നോക്ക്, 1 മണിക്ക് ചോറ് എടുക്കാനായിട്ട് തുടങ്ങി. ചോറെടുത്ത് കഴിക്കുന്നുണ്ടോ? ഷെയർ ചെയ്താ കഴിക്കണേ. ശ്രുതിയുടെ മുഖത്ത് രക്തമയമില്ലായിരുന്നു. ശ്രുതി ആകെപ്പാടെ വല്ലാതിരിക്കുക. അതുപോലെ തന്നെയായിരുന്നു ചന്ദ്രമതിയുടെ മുഖം. ചന്ദ്രമതിക്കും വല്ലാത്തൊരു അസ്വസ്ഥയായിരുന്നു. കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇവനിത് എവിടുന്ന് കിട്ടിയെന്തോ. എന്താണെങ്കിലും ഇവനൊരു മുതൽ തന്നെയാണ് ചന്ദ്രമതിക്ക് മനസ്സിലായി. പിന്നീട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ കിടന്ന് ഉറങ്ങണം. നോക്ക്, ഇത് ഉറക്കത്തിന് സമയമാണ്. അങ്ങനെ ഉറങ്ങി ഒരു 3-3:30 ആയി കഴിഞ്ഞപ്പോഴത്തേനും എഴുന്നേറ്റിട്ട് പറഞ്ഞു, നമുക്കിനിപ്പോൾ ചായ കുടിച്ചാലോ എന്ന് പറയണം. അങ്ങനെ ഒരു ചായ കുടിക്കാൻ പോയി. ചായ എല്ലാം കുടിച്ച് വന്നിട്ട് വൈകുന്നേരം കൃത്യസമയത്ത് തന്നെ 5 മണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. എങ്ങനെയുണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ ജോലി എന്താന്നുള്ള കാര്യം? എന്തൊക്കെയായിരുന്നു പറഞ്ഞേ? പെട്ടെന്ന് വർഷം ശ്രുതിയോട് ശ്രുതി സത്യം പറ, ശ്രുതിയുടെ ഭർത്താവ് പാർക്കിലേക്കാണോ പോയിക്കൊണ്ടിരുന്നത്? അപ്പൊ ഇത്രയും നാളും ജോലി ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നു. അതൊക്കെ വെറുതെ പറയണ. പക്ഷേ ഇതൊന്നും വിശ്വസിക്കല്ല. ചുമ്മാ സച്ചി ഓരോന്നൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുന്ന. അതെ, സംശയം ഉണ്ടെങ്കിൽ സുധിയുടെ സുധിയുടെ ഷോറൂമിൽ ഞാൻ ചോദിച്ചു വെക്കാന്ന് പറയാണ്. ഈ സമയം സച്ചി പറഞ്ഞു, അതെനിക്കറിയാം ഇങ്ങനെയൊക്കെ പറയുന്നു, അതുകൊണ്ട് ഞാൻ തെളിവ് വേറെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പാർക്കിലെ പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങൾ, സെക്യൂരിറ്റിക്കാരൻ രാവിലെ വരും വൈകുന്നേരം പോകുന്നത്, അതിനിടയ്ക്കത്തെ കാര്യങ്ങളെല്ലാം പറയണം. ഇപ്പൊ വിശ്വാസമായില്ലേ? ഇനി അതും പോരാഞ്ഞിട്ട് വേണമെങ്കിൽ സുധി ജോലി ചെയ്യുന്ന കാർ ഷോറൂമിലുണ്ടായിരുന്നില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഇതും കൂടെ കേൾപ്പിക്കാന്ന് പറഞ്ഞുകൊണ്ട് വോയിസ് റെക്കോർഡും കൂടെ ഞങ്ങൾ കേൾപ്പിക്കുകയാണ്. 2 മാസം മാത്രം അവിടെ ജോലി ഉണ്ടായിരുന്നുള്ളൂ അവിടുത്തെ മാനേജർ പറയാ. പിന്നെ അവനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. പിന്നെ അവൻ ഈ ഭാഗത്തേക്ക് പോലും കണ്ടിട്ടില്ല എന്നൊക്കെ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് സമനില ഏറ്റുന്ന പോലെ തോന്നി. രേവതി ചോദിച്ചു, അപ്പൊ ശ്രുതി ഇത്രയും നാളും ജോലി ഇല്ലാഞ്ഞിട്ടാണോ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരുന്നതെന്ന് ചോദിക്കുക. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുവാണ്. ശ്രുതിയുടെ മുഖത്തെ രക്തമായും പോലും അങ്ങോട്ട് പറ്റി. കാരണം താൻ കേട്ടതും കണ്ടതൊന്നും അല്ല സത്യം. ഇതാണ് സത്യം എന്നുള്ള തിരിച്ചറിവ് ശ്രുതിക്ക് ഉണ്ടാവുകയാണ്. ഇനി എന്ത് ചെയ്യണം? ആകെപ്പാടെ നാണക്കേടായി. വല്ലാത്തൊരവസ്ഥയെത്തി. ജോലിയില്ല, കൂലിയില്ല. ഇത്രയും കാലം തന്നോട് കള്ളത്തരം പറഞ്ഞ് പാർക്കിലേക്ക് പോയിക്കൊണ്ടിരുന്നേ. ഈ സമയം സച്ചി വെച്ച്, എങ്ങനെയുണ്ട് അച്ഛാ? രവീന്ദ്രൻ അടുത്തേക്ക് എല്ലുവാണ്. മോന്റെ ലീലാവിലാസങ്ങൾ കണ്ടോ? മോൻ കാണിച്ചു കൂട്ടിയിരിക്കുന്ന കണ്ടോ എന്തൊക്കെയാന്ന്? ജോലി ഉണ്ടെന്നും പറഞ്ഞിട്ട് പോയിട്ട് നമ്മളെല്ലാരും പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു പറയാണ്. ഇത് കേട്ടപ്പം രവീന്ദ്രൻ ശ്രുതിയോട് ചോദിച്ചു, സത്യമാണോ മോളെ കേൾക്കണേ? അവൻ എന്നൊന്നും പറഞ്ഞിട്ടില്ലേന്ന് ചോദിക്കുകയാണ്. ഇല്ല അച്ഛാ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയണ. ശ്രുതിക്കാണ് ആകെപ്പാടെ വിഷമം. എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടല്ലോ. ഇതിൽ പറയൊരു നാണക്കേട് വേറെ ഉണ്ടാവാനുമില്ല. അങ്ങനെ ശ്രുതി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.